കലിപ്പൻ മാഷിൻ്റെ തെമ്മാടിപ്പെണ്ണ്. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാവസന്ത്. അമൽ തൻ്റെ മുറിയിൽ പോയി ദേഷ്യത്തിൽ കട്ടിലിരുന്നു. എനിക്കൊരു കുഞ്ഞിനെ വേണം. ലെനയുടെ വാക്ക് അവൻ്റെ കാതിൽ ഇടിവീണതുപോലെ കേട്ടുകൊണ്ടിരുന്നു. അമൽ ദേഷ്യത്തിൽ കൈകൊണ്ട് കട്ടിലിൽ ആഞ്ഞടിച്ചു. ആ സമയം ലെന മുറിയിൽ വന്നു. ഹലോ, ചിരിയോടെ ലെന വിളിച്ചു. അമൽ ഒന്നും മിണ്ടാതെ തലവും വെട്ടിയുന്നു. എന്താ മാഷേ ഒന്നും മിണ്ടാത്തേ? കാമം മാത്രം അടക്കാനുള്ള വസ്തുവാണോ ഈ ഞാൻ? അതുകൊണ്ടാണോ കൊച്ചു തരില്ലെന്ന് വാശി കാണിക്കുന്നത്? പ്രണയത്തിലൂടെ വന്നേക്കുക കാമം തീർക്കാൻ, പുച്ഛത്തോടെ ലെന പറഞ്ഞു. ഹേ, നിർത്തടി! അമൽ ചാടി എഴുന്നിട്ട് അവളുടെ മുടിക്കൊത്തിനെ പിടിച്ചു. അവളുടെ കടുങ്കാപ്പി കണ്ണുകൾ അവനിലുടക്കി. കാമം തീർക്കാൻ നിന്നോട് എനിക്ക് പ്രണയം തോന്നേണ്ട കാര്യമില്ല. പണം കൊടുത്താൽ എനിക്കും കിട്ടും. പക്ഷെ മോളെ ലെന, നിന്നെ പ്രണയിച്ചത് കൂടെ കൂട്ടാനാ, അല്ലാതെ കൂടെ കിടത്തി കാമം മാത്രം തീർക്കാൻ വേണ്ടിയല്ല. അമൽ പറഞ്ഞുകൊണ്ട് മുടിക്കൊത്തിനെ വിട്ടു. അമലിന്റെ കണ്ണിൽ കനൽ കണ്ട് ലെനമല്ലേ അവന്റെ അടുത്ത് വന്നു. എന്താടോ, ഒരു കൊച്ചിനെ അമ്മയായാൽ തന്റെ ലെന ജീവനോടെ കാണില്ലെന്ന് ഭയന്നാണോ ഈ ദേഷ്യമെന്ന മുഖംമൂടി എന്റെ മുന്നിൽ ധരിച്ചത്? ലെന പറഞ്ഞതും അമൽ ഞെട്ടലോടെ ലെനയെ നോക്കി. തനിക്കറിയോ, എൻ്റെ അപ്പച്ചൻ പറയും നീ ആണായിട്ട് ജനിക്കേണ്ടതാണെന്ന്, അത്രയ്ക്ക് തൻ്റെ അടിയാണെന്ന്. ഒരിക്കൽ പോലും നീ പെണ്ണെന്ന് ആരും എനിക്ക് പറഞ്ഞു തന്നില്ല. എന്നാ പറയാൻ, ആദ്യമായി ആർത്തവം വന്നപ്പോഴും തുള്ളിച്ചാടി കബഡി കളിച്ചവളാണ് ഈ ഞാൻ. അപ്പോഴും ആരും പറഞ്ഞില്ല നീ പെണ്ണാണ്, നീ പ്രസവിക്കേണ്ടവളാണ്, അടങ്ങി ഒതുങ്ങി ജീവിക്കെന്ന്. കരാട്ടെ പഠിക്കാൻ പോയപ്പോഴും എൻ്റെ അപ്പച്ചൻ പറഞ്ഞു നീയാ ഈ വീടിൻ്റെ തൻ്റെ ഇടമുള്ള ആൺകുട്ടിയെന്ന്. പെണ്ണിൻ്റെ വികാരമൊക്കെ ഞാൻ മറന്നു. അതൊക്കെ വന്നത് ആണൊരുത്തൻ നിങ്ങൾ തൊട്ടപ്പോഴാ. എന്തോ ഒരു വികാരം എൻ്റെ ശിരസിൽ പടർന്നത് തൻ്റെ സ്പർശനത്തിലൂടെയാണ്. എപ്പോഴോ എൻ്റെ മനസ്സ് പ്രണയിക്കാൻ തുടങ്ങി. ആദ്യമായി തൊട്ട ഒരാണിനെ ഭ്രാന്തമായി തന്നെ പ്രണയിച്ചു, ആരും അറിയാതെ. ലെന പറഞ്ഞു നിർത്തി. അമൽ അവളെ നോക്കിയിരുന്നു. അവന് ഒന്നും മിണ്ടാനായില്ല. അമൽ, ലെന അമലിൻ്റെ അടുത്തുനിന്ന് അവനെ പിടിച്ച് തന്നോട് ചേർത്തു. അവൻ്റെ ചുടുശ്വാസം അവളിൽ പടർന്നു. എനിക്ക് തന്നോട് മുടിഞ്ഞ പ്രണയമായിരുന്നടോ. അടിവയറ്റിൽ മഞ്ഞ് പെയ്യുന്ന പോലൊരു ഫീലാണ് ഇയാൾ എൻ്റെ അടുത്ത് വരുമ്പോൾ. യെസ്, ഐ ആം മേഡ് വിത്ത് യു. ഐ ആം ഇൻ ലവ് വിത്ത് യു. അത് പറയാൻ ഒരുങ്ങുമ്പോഴാണ് എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടത്. എനിക്കൊരിക്കലും അമ്മയാകുവാൻ പറ്റില്ലെന്ന്. അമ്മയായാൽ ഞാൻ മരിക്കും എന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നീ എന്നെ അമ്മയാക്കില്ലെന്ന്. അതുകൊണ്ട് തന്നെയാ മനഃപൂർവ്വം ഞാൻ പിരിയാൻ വേണ്ടി കാരണങ്ങൾ കണ്ടെത്തി ഡിവോഴ്സ് പേപ്പറിൽ ഒരു മടിയും കൂടാതെ ഞാൻ ഒപ്പിട്ടത്. അല്ലാതെ എനിക്കിഷ്ടമില്ലഞ്ഞിട്ടല്ല. ലെന പറഞ്ഞുകൊണ്ട് അവൻ്റെ മാറിൽ മുഖം പൂഴ്ത്തി. അമൽ അവളെ ഇറുകെ പുണർന്നു. ലെന പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവനെ ഇറുകെ ആലിംഗനം ചെയ്തു. ഇത്ര പ്രണയം ഉള്ളിൽ വെച്ചുകൊണ്ടാണോ കാന്താരി എന്നോട് ഇത്ര അഹങ്കാരം കാണിച്ചത്? ചിരിയും കണ്ണുനീരും കലർന്ന് അമൽ പറഞ്ഞു. ലെന അമലിൻ്റെ മാറിൽ ചുണ്ടമർത്തി. എന്നിലെ പെണ്ണിനെ ഉണർത്തിയവൻ, പ്രണയത്തിൻ്റെ മധുരം എന്നിൽ നിറച്ചവൻ, നിന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കണം. ഞാൻ മരിച്ചാലും ഈ കുടുംബത്തിന് ഒരു കുഞ്ഞിനെ എനിക്ക് തരണം. അതിനമൽ നീ മനസ്സ് വയ്ക്കണം, എനിക്ക് വേണ്ടി. ആദ്യമായി ഞാൻ ചോദിക്കുന്നു, തരുമോ എനിക്കൊരു കുഞ്ഞിനെ? ദയനീയ നോട്ടത്തോടെ ലെന ചോദിച്ചു. ലെനു, നിന്നെ എനിക്ക് വേണം. എൻ്റെ മരണം വരെ പ്രണയത്തോടെ നമുക്ക് ജീവിക്കാം. നമുക്കിടയിൽ ഒരു കുഞ്ഞ്. അത് നിനക്ക് അപകടമാണ്. എന്തിനോട് വെറുതെ റിസ്ക് എടുക്കുന്നത്? വേണ്ട മോളെ, നമുക്ക് നമ്മൾ മതി. ലെനയുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. പോരാ, എനിക്കൊരു കുഞ്ഞ് വേണം, നമ്മുടെ പ്രണയത്തിന് വേണ്ടി. ഒരുപക്ഷെ ഞാൻ മരിച്ചേക്കാം. പക്ഷേ മച്ചിയായി മരിക്കുന്നതിലും നല്ലതല്ലയോ ഈ ചെക്കൻ്റെ കൊച്ചിൻ്റെ അമ്മച്ചിയായി മരിക്കുന്നത്? അമലിൻ്റെ കവിളിൽ പിടിച്ചുകൊണ്ട് ലെന ചോദിച്ചു. ഒന്ന് പോടി, ലെനയുടെ മൂക്കിൽ പിടിച്ച് അമൽ പറഞ്ഞു. എൻ്റെ അച്ചായൻ തന്ന സമ്മാനം കൊള്ളാം അല്ലയോ കാട്ടുപോത്തേ? എൻ്റെ മരണം വരെ മക്കളെ താലോലിക്കാനാകാതെ ആക്കിക്കളഞ്ഞല്ലോ. അത്രമേൽ എന്നോട് ദേഷ്യം എന്തിനാ? ഇടർച്ചോടെ ലെന പറഞ്ഞു. അതൊന്നും ആലോചിക്കണ്ട. നമുക്കിപ്പോൾ നമ്മുടെ പ്രണയത്തിനെക്കുറിച്ച് മാത്രം ഓർത്താൽ മതി. ശരിക്കും എന്നോട് ഇഷ്ടമാണോടി, അതോ നിന്റെ തരികിടയാണോടി? അമൽ ലെനയുടെ മുഖം ഉയർത്തി ചോദിച്ചു. ലെന അവൻ്റെ മുഖത്ത് ഒരു ഭ്രാന്തിയെപ്പോലെ മാറി മാറി ചുംബിച്ചു. ആ ചുംബനം ഒരു കൊച്ചു കുഞ്ഞിനെപ്പോലെ അമൾ ഏറ്റുമേടിച്ചു.
ഇനി പറ, എനിക്ക് കൊച്ചിനെ തരുമോ? പറ, എനിക്ക് കൊച്ചിനെ തരുമോ? മരണമോ ജീവിതമോ? എനിക്ക് പ്രണയസമ്മാനം തരുമോ ഒരു കുഞ്ഞിനെ? ഈ കുടുംബത്തിന് ഒരു സന്താനം കൊടുക്കേണ്ട ഭാഗ്യം എനിക്ക് തരുമോ? മരണം തീരുമാനിക്കുന്നത് തമ്പുരാല്ലയോ? പുള്ളി എൻ്റെ മരണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊച്ചു ജനിക്കണം എന്നില്ലല്ലോ. നിന്റെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. നീ അമ്മയാകില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ പ്രണയിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നോട് ഒരു തരി പ്രണയം കുറയില്ല. പക്ഷെ ലെനു, നീയില്ലാതെ ഞാൻ എങ്ങനെ പെണ്ണി ഈ ലോകത്തിൽ ജീവിക്കും? അതുകൊണ്ട് കുഞ്ഞെന്ന സ്വപ്നം നമുക്ക് വേണ്ട. പ്രണയത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. എനിക്ക് നീ വേണം, എൻ്റെ മാത്രം കാന്താരി പെണ്ണിനെ. അമൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലെന അവനെ ഇറുകെ ആലിംഗനം ചെയ്തു. അവളുടെ കണ്ണീർ അവൻ്റെ മാറിൽ നനച്ചു. നേരം പുലർന്നു. ലെന എഴുന്നേറ്റ് അമലിൻ്റെ കവളിൽ മെല്ലെ കടിച്ചു. ആ കടിച്ചു പട്ടി. വേദന കൊണ്ട് അമൽ ചാടി എഴുന്നേറ്റ് അലറി. ലെന ചിരിയോടെ കുളിച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ചിരിയോടെ നോക്കി. അമൽ ക്ഷീണം മുറുക്കി എഴുന്നേറ്റ് അവളുടെ അടുത്തുനിന്ന് പുറകിലൂടെ ചുറ്റിപ്പിടിച്ചു. അച്ചായത്തി പെണ്ണ് വർമ്മക്കുട്ടിയായോ? അമൽ പ്രണയത്തോടെ അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് ചോദിച്ചു. ഡാ കാട്ടുപോത്തേ, എൻ്റെ മെക്കിട്ട് കയറാൻ വന്നല്ലുണ്ടല്ലോ. ആ, ലെന തിരിഞ്ഞ് 2 കൈ ഇടുപ്പിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു. എടി താടകേ, ഞാൻ ഒന്ന് പ്രണയിച്ചതാ. കൈതൊഴുതുകൊണ്ട് അമൽ പറഞ്ഞു. പ്രണയിച്ചതോ? എന്നാ ശരി, പ്രണയിക്ക്. കള്ളച്ചിരിയോടെ ലെന പറഞ്ഞു. ഹേ, ആ ഫ്ലോ അങ്ങോട്ട് പോയി. തലയിൽ കൈ വെച്ച് തൻ്റെ അവസ്ഥ ഓർത്ത് അമൽ പറഞ്ഞു. എന്നാ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ? കണ്ണുപിടിച്ച് ലെന ചോദിച്ചു. എങ്ങോട്ട്? സംശയത്തോടെ അമൽ ചോദിച്ചു. അടുക്കളയിൽ. ഇവിടുത്തെ മരുമോളല്ലയോ ഈ കുടുംബം നോക്കേണ്ടത്? എൻ്റെ ചുമതലല്ലയോ? അതുകൊണ്ട് ഞാൻ പോണു. ലെന പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു. അതിന് നിനക്ക് ഉണ്ടാക്കാൻ അറിയുമോ? അമൽ അവളെ പിടിച്ച് നിർത്തിക്കൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ, അമ്മച്ചിയെല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അഭിമാനത്തോടെ ലെന പറഞ്ഞു. എപ്പോൾ? വായും പൊളിച്ച് അമൽ ചോദിച്ചു. എപ്പോഴേ? കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ലെന തിരിഞ്ഞതും അമൽ അവളുടെ കയ്യിൽ പിന്നെയും പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തു. അവൾ പകപ്പോടെ അമലിൻ്റെ കണ്ണിൽ നോക്കി. അമൽ ചിരിയോടെ കുങ്കുമെടുത്ത് ലെനയുടെ സീമന്തരേഖയിൽ ചുവപ്പിച്ചു. ലെന ഒന്നും മിണ്ടാതെ ചിരിയോടെ അടുക്കളയിൽ കയറി. അമ്മേ, ലെന മെല്ലെ വിളിച്ചു. ഗായത്രി ആ വിളികേട്ട് അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. മുന്നിൽ ചുരിദാർ അണിഞ്ഞ് താലി മാറോട് ചേർത്ത് സീമന്തരേഖയിൽ ചുവപ്പ് പടർത്തി പുഞ്ചിരിയോടെ നിൽക്കുന്ന ലെനയെ കണ്ട് ഗായത്രിയുടെ ഹൃദയം നിറഞ്ഞു. വൈകിയുടെ മുഖം ഇരുണ്ടു. അമ്മേ, ഇന്ന് ഞാൻ ഉണ്ടാക്കാം. അമ്മ പോയി ഇരിക്കേ. ചിരിയോടെ ലെന പറഞ്ഞു. അതൊന്നും വേണ്ട മോളെ, വൈകിയൊക്കെ ഉണ്ടല്ലോ. മോള് പോയി റെസ്റ്റ് എടുത്തോ? ഗായത്രി സ്നേഹത്തോടെ പറഞ്ഞു. അമ്മേ, ഞാനല്ലേ ഈ വീടിൻ്റെ മരുമകൾ? ഞാനല്ലേ എല്ലാം നോക്കേണ്ടത്? അല്ല, അമ്മയോ എന്നെ മരുമകളായിട്ട് കണ്ടില്ലായോ? സംശയത്തോടെ ലെന ചോദിച്ചു. എൻ്റെ മോളെ, മോളുടെ ഈ മാറ്റം കണ്ട് അന്തം വിട്ട് നിൽക്കുക. അപ്പോഴാ മോളുടെ ചോദ്യം. സന്തോഷമായി മോളെ, ഒരുപാട് സന്തോഷമായി. ഗായത്രി നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു. തുടരും.